ഗൈസ്, നിങ്ങൾ കരുതി കാണും ചട്ടി കണ്ടപ്പോൾ മീൻകറിയാണെന്ന്. പക്ഷേ ഇത് മീൻകറിയല്ല, പകരം ഇത് നത്തോലി കൊഴുവയാണ്, നത്തല. നല്ല ഫ്രഷാണെന്ന് വെച്ചാൽ നല്ല ഫ്രഷാണ്, അത്രയ്ക്ക് നല്ലതാണ്. കാണുമ്പോൾ തന്നെ തിരിയുന്നില്ല, ബ്ലഡൊക്കെ കാണുന്നില്ലേ. ഇത് കാണിക്കാൻ പോകുന്നത് ഇത് വൃത്തിയാക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു സംഭവമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് തലയെല്ലാം കളഞ്ഞ് ഉള്ളിലെ വേസ്റ്റെല്ലാം കളഞ്ഞ് നമുക്ക് വൃത്തിയാക്കി എടുക്കാം. മഴയാണ്, അപ്പോൾ എല്ലായിടത്തും മീനൊന്നും കിട്ടില്ല, എല്ലാവരും മീനില്ലാതെ വിഷമിക്കുകയെന്നൊക്കെ എനിക്കറിയാം. അപ്പോൾ അങ്ങനെ നമുക്കിത് ആദ്യത്തെ മീനെടുത്ത് തലയും വാലും എല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. നല്ല ഫ്രഷാണ്, ഇത് ഏകദേശം 2 കിലോയോളം ഉണ്ട്. ഇതെപ്പോൾ വൃത്തിയാക്കി തീരുമെന്നൊന്നും അറിയത്തില്ല, ഇന്നിപ്പം വൃത്തിയാക്കൽ മാത്രമേ നടക്കുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കിതുപോലെ എല്ലാത്തിൻ്റെയും ഉള്ളിലെ വേസ്റ്റും ആ കറുത്ത ആ ഒരു നാരും എല്ലാം നൂലെല്ലാം നമുക്ക് എടുത്ത് കളയാം. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് പറഞ്ഞ സംഭവം ഇതാണ്, കൊഴുവയുടെ മുട്ടയാണ്. നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ കുറച്ചും കൂടെ സൂം ചെയ്ത് കാണിച്ചു തരാം. ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്ത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് ഞാൻ കരുതി. കണ്ടില്ലേ, ഇത് കൊഴുവയുടെ മുട്ടയാണ്. ഞാൻ ഫസ്റ്റ് ഇത് സാധാരണ ചിലപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ കാണാറുണ്ടാകുമായിരിക്കും, പക്ഷെ അത്ര ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കാം. പക്ഷേ ഇന്ന് ഞാൻ നോക്കുമ്പോൾ എല്ലാ മീനിലും കണ്ടു ആ പെൺമുട്ടയുടെ ആ ഒരു റെഡ് കളറ്, ആ ഒരു ഓറഞ്ച് മിക്സ്ഡ് ആയിട്ടുള്ള ആ ഒരു റെഡ് കളർ കണ്ടപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോൾ നോക്കുമ്പം ഓൾമോസ്റ്റ് ക്ലീൻ ചെയ്തിട്ടുള്ള 1/4 ഭാഗത്തോളം ഞാൻ ക്ലീൻ ചെയ്തു. അതിനകത്തെല്ലാം ഇതുപോലെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ കണ്ടില്ലേ, ഇതുപോലെ മീൻമുട്ട കണ്ടു. അപ്പം ഞാൻ കരുതി എന്നെപ്പോലെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനി ഇതുവരെ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് കരുതി. ഫസ്റ്റ് ടൈമാണ് നിങ്ങളിത് കാണുന്നത് എങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. പെൺമുട്ട മാത്രമല്ല ആൺമുട്ടയും ഉണ്ട്. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന മുട്ടകളാണ്. അതിനകത്ത് കണ്ടില്ലേ, ക്ലിയർ ആയിട്ട് നമ്മളിപ്പോൾ വലിയ മത്തിയുടെയോ അല്ലെങ്കിൽ അയലയുടെയോ അല്ലെങ്കിൽ വേറെ ഏത് മീനോ ആയിക്കോട്ടെ, അതിനകത്തൊക്കെ കാണുന്നത് പോലെ അതിൻ്റെ ചെറിയ സൈസിലാണ്. അപ്പോൾ ഞാനിത് മുഴുവൻ വൃത്തിയാക്കി കഴിഞ്ഞു. ഇനി നമുക്കത് നന്നായി ഉപ്പിട്ടിട്ട് തിരുമ്മി അതിൻ്റെ ഉളുമ്പൊക്കെ കളയാം. ഞാനിവിടെ ഉപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ എനിക്ക് കുറച്ച് കുഞ്ഞ് അയലയും കൂടി കിട്ടിയിട്ടുണ്ട്, വാരിയിട്ടപ്പോൾ വന്നതാണ്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് കഴുകി ഉലുമ്പി കളയുവാണ്. അതിൻ്റെ ഉളുമ്പെല്ലാം നന്നായിട്ട് കളയുകയാണ്. അങ്ങനെ 3-4 പ്രാവശ്യം നമുക്ക് നന്നായിട്ട് കഴുകി വാരിയെടുക്കാം. ഉപ്പിട്ട് തിരുമ്മി അതേ ഉളുമ്പെല്ലാം പോയപ്പോൾ ആ മീനിൻ്റെ കളർ കുറച്ചും കൂടെ മാറിയത് കണ്ടില്ലേ. സോ ഇത് അത്രയും നല്ല ഫ്രഷും ആണ്, നല്ല നെയ്യുള്ളതുമാണ്. അതുപോലെ തന്നെ മുട്ടയുണ്ട്. ഞാൻ മുട്ട എടുത്തില്ല, ഞാൻ നിങ്ങളെ കാണിക്കാൻ എടുത്തത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് മുട്ടയും കൂടി എടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ അതൊത്തിരി ടൈമാകും. ഇപ്പം തന്നെ ഇന്നത്തെ ദിവസം തീർന്നു. അപ്പോൾ ഇത് ഞാൻ 4-5 പ്രാവശ്യം നന്നായിട്ട് കഴുകി വാരിയെടുത്തതാണ്. അങ്ങനെ നമ്മുടെ നത്തൽ കൊഴുവ നമ്മൾ റെഡിയാക്കി എടുത്തു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. താങ്ക്